ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സഫാഷിയസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണിയാണ്. ഒരു 5 മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണി ആയിട്ട് നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് ആ റെസിപ്പി ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 കിലോ ചെമ്മീനെ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 3 സവാള, 4 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 കപ്പ് ബിരിയാണീൻ്റെ അരിയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ്, അത് ആവശ്യത്തിന് എടുക്കാം. പിന്നെ ഇത് പൊടി ഐറ്റംസ് ആണ്: മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരുജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി, ഉപ്പ്, ബിരിയാണി മസാല, അങ്ങനത്തെ ഐറ്റംസാണ് നമ്മൾ പൊടികളായിട്ട് എടുത്തിട്ടുള്ളത്. അടുത്ത് നമ്മൾ റൈസ് വേവിക്കുമ്പോൾ ഇടാനുള്ള ഐറ്റംസാണ് മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഏലക്ക, കരാമ്പട്ട, തക്കോലി, ജാതിക്ക, പിന്നെ കറുകപ്പട്ട, അത്ര ഐറ്റംസാണ്. പിന്നെ നെയ്യ്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമ്മളൊരു കുക്കറിലോട്ട് നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള നെയ്യ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലായിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ബാക്കി ഐറ്റംസും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുക. 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു പിസിൽ അടിച്ചപ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളെ റൈസ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചെമ്മീൻ്റെ മസാല ഉണ്ടാക്കാം. ഇതൊരു സിമ്പിളായിട്ടുള്ള വേർഷൻ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് സവാളയും തക്കാളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ച പൊടികളൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ഇട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് 2 വിസിൽ അടിച്ചപ്പോൾ തന്നെ ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച് ചെമ്മീൻ്റെ മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലോട്ട് നമ്മൾ വേവിച്ച് വെച്ച റൈസ് കൂടെ ഇട്ട് കൊടുക്കാം. റൈസൊക്കെ സെറ്റ് ചെയ്തു. അതിന് മേലെ കുറച്ച് മല്ലിയില കൂടെ വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ദമ്മിലിടാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ ബിരിയാണി ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ദമ്മ് തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ബിരിയാണി സെറ്റാണ് കേട്ടോ. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയുള്ള നമ്മൾ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും നമുക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.